കിച്ചണിലെ കാര്യങ്ങൾ കൂടുതൽ ഈസി ആക്കുന്ന കുറച്ച് കിടിലൻ ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ. ടിപ്പ് നമ്പർ 1. നമ്മുടെ വീട്ടിൽ നമ്മുടെ ചായയൊക്കെ അരിക്കുന്ന ഈ ഒരു സ്റ്റീലിൻ്റെ അരിപ്പുണ്ടല്ലോ, ഇതിലിങ്ങനെ കറയൊക്കെ പിടിച്ച് ആകെ കറുത്ത കളറിൽ ആകെ വൃത്തികേടായിട്ടിരിക്കുന്നുണ്ടാവും. ഇത് നമുക്ക് ഉരച്ച് കഴുകിയാലും പോവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ ഗ്യാസ് കത്തിച്ചിട്ട് അതിങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ചായപ്പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കരിഞ്ഞു പൊക്കോളും. പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ കൊണ്ട് ഇതിൻ്റെ മുകളിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ കരിഞ്ഞു പോകുന്നത് ചായപ്പൊടി മാത്രമാവില്ല, അരിപ്പ കൂടിയാവും. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ അരിപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് സമയം ഇതുപോലെ ചെയ്യേണ്ടി വരും, എന്നാലാണ് ആ മുഴുവനായിട്ടുള്ള കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ഒക്കെ കരിഞ്ഞു പോവുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കിടിലനായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയണം കേട്ടോ. ഇനി ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള കോപ്പറിൻ്റെ പാത്രങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലാവ് പിടിച്ച് ആകെ കറയൊക്കെ പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഒരു കഷ്ണം നാരങ്ങ എടുക്കുക, അതിലേക്ക് കുറച്ച് ഉപ്പ് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുക. ഉപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് വെച്ചിട്ട് അങ്ങ് ഉരച്ച് കഴുകല്ല, നന്നായിട്ട് ഉരച്ച് കൊടുക്കുക ആദ്യം. അങ്ങനെ ഉരച്ചൊരു കംപ്ലീറ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്യുക. ഉപ്പും ഈ പറഞ്ഞ നാരങ്ങയും ഈ പറഞ്ഞ ഫുൾ പാത്രത്തിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കുക. ഇത് വെച്ച് തന്നെ ഇങ്ങനെ ഉരച്ച് കഴിയുമ്പോൾ തന്നെ ഒരു മിക്ക ചെളിയും കറയൊക്കെ പോയി കിട്ടും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഈ ഭാഗവും പിന്നെ ഇപ്പുറത്തെ സൈഡും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കറയൊക്കെ പോയി നല്ല ക്ലീനായിട്ട് ഷൈനിങ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ, നല്ലോണം കറയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ സ്ക്രബ് ഉണ്ടല്ലോ നമ്മൾ പാത്രം തേക്കുന്നത്, അത് വെച്ചിട്ട് ലാസ്റ്റ് അതിൽ കുറച്ച് ഉപ്പും നാരങ്ങയും കൂടെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി കഴിഞ്ഞാണ്ടല്ലോ നല്ല ഷൈനിങ് ആയിട്ട് പുതിയ പാത്രം പോലെ കിട്ടും. വിശ്വാസമില്ലെങ്കിൽ നോക്കിക്കോളൂ, കണ്ടോ. ഇനി ഇതിൻ്റെ അടിഭാഗം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അതിലും ഭയങ്കര വൃത്തികേടാണ്, നല്ലോണം കറ പറ്റിയിട്ടുണ്ട്. അതുവരെ ഈ പറഞ്ഞ നാരങ്ങയും ഉപ്പും കൊണ്ട് പോവും. വിശ്വാസമില്ലെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ സമയം അധ്വാനിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കണ്ടോ, എൻഡ് റിസൾട്ട് കണ്ടില്ലേ, നല്ല പുതിയ പാത്രം പോലെ കിടിലനായിട്ട് തിളങ്ങി കിട്ടും എന്നുള്ളത് ഷുവറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, നമ്മൾ ഈ പാക്കറ്റിൽ ഉള്ള സാധനങ്ങൾ വാങ്ങിക്കില്ലേ, പരിപ്പോ അല്ലെങ്കിൽ ഇതുപോലുള്ള സേമിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഇങ്ങനെ കെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും. പക്ഷേ എന്നാലും ചില അതീവ ഓവർ സ്മാർട്ടായിട്ടുള്ള പ്രാണികൾ ചിലപ്പോൾ കയറിന്ന് വരാം. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിനെ അങ്ങ് സീൽ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള എളുപ്പവഴി, ഒരു നല്ല കത്തി, ഇതുപോലെ നീളമുള്ള കത്തി കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഇതുപോലെ ഒന്ന് ചൂടാക്കുക. വല്ലാണ്ട് ചൂട് വേണ്ട കേട്ടോ, ഒരു മീഡിയം ചൂട് മതി. വല്ലാതെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അത്. അപ്പോൾ മീഡിയം ചൂട് ആക്കിയതിന് ശേഷം ഈ കവർ ഇങ്ങനെ വച്ചിട്ട് ഇതുപോലെ അങ്ങ് അമർത്തി കൊടുക്കുക. ഓക്കെ, അങ്ങനെ അമർത്തി കൊടുത്തു കഴിയുമ്പോൾ ഇത് നന്നായിട്ട് സീലായി കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ സീൽഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ സീലായി കിട്ടും. അപ്പോൾ പ്രാണികൾക്കൊന്നും കടക്കാനായിട്ടുള്ള ഒരു പഴുതുപോലും ബാക്കി വെക്കാതെ നമുക്ക് സീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വല്ലാതെ ചൂടാക്കരുത്. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഈ കവറ് കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ചൂട് മതി, അപ്പോൾ തന്നെ ഇതിങ്ങനെ ഒട്ടി ചേർന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ല സീലായി കിട്ടും. പ്രാണികളൊന്നും വരാതെ നമുക്ക് കവറുകൾ സൂക്ഷിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും അറിയാത്തവർക്കായിട്ട് പറയാം. നമ്മുടെ മല്ലിയില, പുതിനയില, കറിവേപ്പില ഇതൊക്കെ ഒരുപാട് നാൾ ഫ്രഷ് ആയിട്ട് വെക്കാനായിട്ട് അത് ആദ്യമേ തന്നെ ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം, വെള്ളമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം ഇത് നമ്മൾ ബോക്സിലേക്ക് വെക്കുമ്പോൾ. എന്നിട്ട് ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ വെക്കുക, അടിയിൽ ഭാഗത്തും വെക്കണം, പിന്നെ ഇതിൻ്റെ പുറത്തും വെക്കുക. ഓക്കെ, ഇതുപോലെ കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക്, ഒരാഴ്ച 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രഷായിട്ട്
ഈ ഒരു പുതിനയിലയും കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ വെക്കാൻ പറ്റും. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതുപോലത്തെ വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഞാൻ സജസ്റ്റ് ചെയ്യില്ല, ഒരു സ്മെല്ല് വരും ന്യൂസ് പേപ്പറിന്. സാധാരണ നമ്മുടെ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് മുരിങ്ങയിലയാണ് കേട്ടോ. മുരിങ്ങയിലയും ഇതുപോലെ ഫ്രഷ് ആയിട്ട് നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിലേക്ക് വെക്കുമ്പോൾ ആ ഇലകളിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, വെള്ളം ഉണ്ടായി കഴിയുമ്പോഴാണ് അതിങ്ങനെ അളിഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സപ്പോസ് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്, പരിപ്പും കോവയ്ക്കയും കൂടിയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാനും പിന്നെ നമ്മുടെ ഉപ്പേരിയോ മെഴുക്ക് പുരട്ടിയോ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിന് 2 പടിയും കൂടെ കഴിയാനായിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ ഉരുളക്കിഴങ്ങ് അതിൻ്റെ കൂടെ വേവിക്കാൻ ഇടുക കുക്കറിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ അത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റ് ഈ പരിപ്പ് കറിയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ പരിപ്പ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരും. അത് മാത്രമല്ല, ഈ വെന്ത ഉരുളക്കിഴങ്ങ് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരി റെഡി. ടിപ്പ് നമ്പർ 6, കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അറിയാവുന്ന കാര്യമാണ്. അതായത് ഈ ഫീഡിങ് ബോട്ടിലിൽ വല്ലാത്ത സ്മെല്ല് വരുന്നത് പാലിൻ്റെയൊക്കെ. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ അടിയിൽ വല്ലാണ്ട് കറയും വരും. അപ്പോൾ അത് കളയാനായിട്ടുള്ള ഈസി മെത്തേഡ് എന്ന് പറയുന്നത്, അതിലേക്ക് കുറച്ച് ഉപ്പിടുക 1 സ്പൂൺ, എന്നിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുക, എന്നിട്ട് കുറച്ച് സമയം അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ബോട്ടിൽ ഇളക്കുക. ഓക്കെ, നല്ല തരിതരിയായിട്ടുള്ള ഉപ്പാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. കല്ലുപ്പാണെങ്കിൽ അതിലും നല്ലതാണ്. അതല്ലെങ്കിൽ നോർമൽ ഉപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആവുമെന്ന് മാത്രമല്ല, അതിൻ്റെ സ്മെല്ലും പോവും. ഓക്കെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലായിട്ട് കിട്ടും നിങ്ങൾക്ക്. ഈ ടിപ്പ് വാട്ടർ ബോട്ടിലുകൾക്കും ട്രൈ ചെയ്യാം കേട്ടോ. ടിപ്പ് നമ്പർ 7, അതായത് നമ്മൾ പച്ചക്കറിയൊക്കെ തൊലി കളയുമ്പോൾ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ സ്ലാബിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് തൊലി കളയുക. എന്നിട്ട് പിന്നെ അത് നമ്മളെടുത്ത് കളയണം, ക്ലീൻ ചെയ്യണം അല്ലേ. അതിന് പകരം എളുപ്പത്തിന് പച്ചക്കറികളുടെ തൊലി കളഞ്ഞ് ഇടാനായിട്ടുള്ള ഒരു പാത്രം പ്രത്യേകം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എപ്പോഴൊക്കെ നമ്മൾ പച്ചക്കറി കട്ട് ചെയ്യുന്നുണ്ടോ തൊലി കളയുന്നുണ്ടോ അപ്പോഴൊക്കെ അതെടുത്തിട്ട് എളുപ്പത്തിൽ വേസ്റ്റ് ബിന്നിലേക്ക് ഇടാൻ പറ്റും. സ്ലാബ് ക്ലീൻ ചെയ്യുന്ന സമയം ലാഭിക്കാം. ടിപ്പ് നമ്പർ 8 എന്ന് പറയുന്നത്, ഈ പാത്രത്തിൻ്റെ അടപ്പ് ഇവിടെ പോയി കാണുന്നില്ലല്ലോ എന്നുള്ള പരാതി എപ്പോഴും നമുക്ക് വരാറുണ്ട്. പ്ലാസ്റ്റിക് പാത്രങ്ങളുടെയും അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളുടെയൊക്കെ അടപ്പുകൾ കാണാണ്ടാവൽ ഒരു സ്ഥിരം സ്റ്റോറിയാണ് എല്ലാ വീടുകളിലും അല്ലേ. അപ്പോൾ അതിന് ഒരു ചെറിയ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ക്യാരി ബാഗ്സ് ഉണ്ടാവില്ലേ, പേപ്പർ ബാഗ്സ്, അത് വലുതാണെങ്കിൽ ഒന്ന് പകുതിയാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് അടപ്പുകൾ വെക്കാൻ വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക. അപ്പോൾ പിന്നെ ഒരു പാത്രത്തിൻ്റെ അടപ്പ് കാണാണ്ടാവില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ചെറിയ ലൈക്ക്, സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക്, പിന്നെ പറ്റിയാൽ ഒരു കമൻറ്റും ചെയ്തേക്കണേ.